നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചുരിദാർ ടോപ്പ് കട്ടിംഗ് ആണ്. ഇപ്പം ഇത് 7 പീസ് ഉണ്ട്. ഇത് ഒരാൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം 4ആയിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. 3 4 5 6 7 ഒരേ ലെവലിലൊന്ന് ശരിയായിട്ട് ഇട്ട് കൊടുക്കാം. ഏഴ് പീസ് മടക്കിയിട്ടിട്ടുണ്ട്. അപ്പം മടക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാം, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി. അപ്പം ഇത് നമ്മുടെ ക്ലോത്ത്. ഇതെല്ലാം നൈറ്റി ബിറ്റാണ്, 290-ൻ്റെ. അപ്പം നമ്മൾ ആദ്യം ഇങ്ങനെ ഇതിൻ്റെ വീതി 2ആയിട്ട് മടക്കുക. അത് കഴിഞ്ഞ് നീളം 2ആയിട്ട്, അങ്ങനെയാണ് ഈ 4ആയിട്ട് ഇങ്ങനെ മടക്കിയിട്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു അളവിന് അവരൊരു ടോപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ടോപ്പ് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അളവെടുത്ത് മാർക്ക് ചെയ്യല്ല. അപ്പം നമ്മുടെ ഈ ടോപ്പ് നന്നായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്, ചുളിവുകളൊന്നും ഇല്ലാത്ത വിധത്തിൽ. ഇനി ഇതൊന്ന് നമുക്ക് നേരെ ഒന്ന് ഇട്ട് കൊടുക്കാം. അവർക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആണ് ഈ ഒരു കുർത്തി. ഇതിൻ്റെ നെക്ക് മാത്രം പല മോഡലിൽ ചെയ്യുന്നുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. നന്നായിട്ട് നേരെ ഈ ഒരു ഫോൾഡിൻ്റെ നേരെ ഇതൊന്ന് വെച്ച് കൊടുക്കുക. ഈസിയാണ് ഈ ഒരു മെത്തേഡ്. ഇവിടെ നമുക്ക് 1/2 ഇഞ്ച് ഒന്ന് തയ്യൽ തുമ്പിന് വേണ്ടി ഒന്ന് ഇട്ട് കൊടുക്കാം മുകളിൽ. നെക്ക് ഇപ്പം മാർക്ക് ചെയ്യുന്നില്ല. ഷോൾഡർ ഇവിടെ വരെയാണ് കിട്ടുന്നത്. ഒരു 1/2 ഇഞ്ച് കൂടെ നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം, ഒരു തയ്യൽ തുമ്പ്. അതുപോലെ ആം ഹോള് നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം. സ്ലിറ്റ് വരുന്ന ഭാഗം ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇറക്കം ഒന്ന് മാർക്ക് ചെയ്യാം. ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം. എക്സ്ട്രാ നമുക്ക് 1 ഇഞ്ച് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം, ഇത് മടക്കി തയ്ക്കാൻ. ഇനി വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് നമുക്ക് 1 ഇഞ്ച് ഒന്ന് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കാം, ഫോൾഡ് ചെയ്ത് തയ്ക്കാൻ വേണ്ടി. ഇവിടുന്ന് നമുക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം.
ഇനി ആം ഹോൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോൾ മാർക്ക് ചെയ്യാൻ ഈ ഒരു സ്റ്റിച്ച്, അതായത് സ്ലീവ് ജോയിൻ ചെയ്തിരിക്കുന്ന ആ സ്റ്റിച്ചിൻ്റെ മുകളിൽ ഇതുപോലൊന്ന് പിടിച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് തെളിച്ച് വരച്ചു കൊടുക്കാം. ഇത് ബാക്ക് ആം ഹോളാണ്. ഇവിടെ നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പൂടി ഇട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. വരെയാണ് ഈ ജോയിന്റ് വരുന്നത്. അതായത് സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷമുള്ള ഈ ഒരു സ്റ്റിച്ചിൻ്റെ അവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടുന്ന് നമുക്ക് 1/2 ഇഞ്ച് കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തേണ്ട ഭാഗമാണ് മാർക്ക് ചെയ്യുന്നത്. നെക്കിൻ്റെ വിട്ട് ഒന്ന് മാർക്ക് ചെയ്യാം. നമ്മുടെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഓരോരോ പീസ് വീതമാണ് കട്ട് ചെയ്യുന്നത്. എല്ലാ പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് സെപ്പറേറ്റ് ആക്കാം. ഫ്രണ്ടും ബാക്കും ഒന്ന് സെപ്പറേറ്റ് ആക്കാം. ഇനി ഇതിൻ്റെ എല്ലാം ഓരോ പീസൊന്ന് മടക്കിയിട്ട് കൊടുക്കാം. ഫ്രണ്ട് പോർഷൻ എല്ലാം മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാം.
എല്ലാ പീസും ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി സ്ലീവ് കട്ട് ചെയ്യാം. ഇനി സ്ലീവിന് വേണ്ടി ബാക്കി വന്ന പീസൊന്ന് മടക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഈ ഫോൾഡ് ഭാഗമാണിത്. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഈ ജോയിന്റിന്റെ ഈ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ച് മുകളിലോട്ട് മാറ്റി ഒന്ന് മാർക്ക് ചെയ്യാം. ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1 ഇഞ്ച് എക്സ്ട്രാ ഒന്ന് മാർക്ക് ചെയ്യാം. ഈ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് 2 ഇഞ്ച് ഒന്ന് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെയും 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തെടുത്ത് നമുക്കൊന്ന് ഈ ലൈൻ ഒന്ന് വരച്ചു കൊടുക്കാം. ഇവിടെ 1/2 ഇഞ്ച് എക്സ്ട്രാ മുകളിലോട്ട് മാറ്റി മാർക്ക് ചെയ്യാം, ജോയിന്റ് ചെയ്യാൻ വേണ്ടി. ഇനി ഈ കർവ് ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി 1/2 ഇഞ്ച് ജോയിന്റിന് വേണ്ടി മുകളിലൊന്ന് വരച്ചു കൊടുക്കുക. കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ചുരിദാറിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ തയ്യൽ അറിയാത്തവർക്ക് പോലും വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.